എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ തിരുവോണ നാളിൽ ഒരു അത്തപ്പൂക്കളം ഇട്ടതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിവാദം നടക്കുകയാണ്. ആ വിവാദത്തിന് കാരണം അത്തപ്പൂക്കളത്തിൻ്റെ താഴെയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിരുന്നു. ഇതാണ് ഈ പ്രശ്നത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതുമായി ബന്ധപ്പെട്ട് അത്തപ്പൂക്കളമിട്ട വ്യക്തികൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യക്ക് അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന മായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ള ഒരു വലിയ ചർച്ചയും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നു. എന്നാൽ ഇത് അറിഞ്ഞ തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഈ ക്ഷേത്ര പരിസരത്ത് എത്തുകയും തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന സിന്ദൂരച്ചെപ്പ് തുറന്ന് ഈ അത്തപ്പൂക്കളത്തിൽ സിന്ദൂരം ചാർത്തി ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസ്വാരഥി ക്ഷേത്ര പരിസരത്തെ വിവാദമായ പൂക്കളത്തിൽ സിന്ദൂരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഞായറാഴ്ച വൈകുന്നേരം, അതായത് 7 സെപ്റ്റംബർ ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് സുരേഷ് ഗോപി ഈ ക്ഷേത്ര പരിസരത്തെത്തുന്നത്. എന്നാൽ 3 മണിക്ക് അദ്ദേഹം എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു വലിയ ജനാവലി ഇത് സുരേഷ് ഗോപിയെ കാത്തിരുന്നു. എന്നാൽ 5 മണിയോടെ അദ്ദേഹം എത്തുകയും തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഈ സിന്ദൂരച്ചെപ്പ് തുറന്ന് ജനങ്ങളെ കാണിക്കുകയും അതിനുശേഷം അത്തപ്പൂക്കളത്തിൽ സിന്ദൂരം ചാർത്തുകയും ചെയ്തതോടെ പ്രവർത്തകരുടെ ഇടയിൽ, അവിടെ കൂടിയ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ആവേശം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. പൂക്കളമിട്ടതുമായി ബന്ധപ്പെട്ട് കലാപശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. അങ്ങനെ അതിൽ 1-ാം പ്രതിയായ സൈനികൻ അശോകനെ സുരേഷ് ഗോപി പൊന്നാട അണിയിച്ച് സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം ക്ഷേത്ര പരിസരത്ത് അല്പസമയം അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു. ഇത് വിവാദമാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം പൂക്കളത്തിനുള്ളിൽ പൂക്കൾ കൊണ്ട് കാവിക്കൊടി വരയ്ക്കുകയും താഴെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുകയും ചെയ്തതോടുകൂടിയാണ് ഈ വിവാദമുണ്ടായത്. സംഘപരിവാർ അനുഭാവികളും നാട്ടുകാരുമായ ഒരു സംഘം യുവാക്കൾ ചേർന്നാണ് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് സ്ഥലത്ത് തിരുവോണ നാളിൽ ഈ അത്തപ്പൂക്കളം ഒരുക്കിയത്. കാവിക്കൊടി വരയ്ക്കുകയും താഴെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുകയും ചെയ്തതിലാണ് 2 സൈനികരെയും കണ്ടാലറിയാവുന്ന 25ഓളം പേരെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തത്. വിഷയം രാഷ്ട്രീയപരമായി BJP ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് സുരേഷ് ഗോപി അവിടെ എത്തിച്ചേർന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമൻ, ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ്, പ്രഭാരി TR അജിത് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AR അരുൺകുമാർ, ആലഞ്ചേരി ജയചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള സന്തോഷ് ചിറ്റേടം, കുമാരി സച്ചു എന്നിവർ സുരേഷ് ഗോപിക്ക് ഒപ്പമുണ്ടായിരുന്നു. ഈ അത്തപ്പൂക്കളമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് ഇത്രയും വലിയൊരു വിവാദമാക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ഇപ്പോൾ പൊതുജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ അഭിമാനകരമായ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് കടന്നു വരികയും മതം നോക്കി ഇസ്ലാം അല്ലാത്ത മറ്റുള്ളവരെ വകവരുത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് അറിയാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ പാകിസ്ഥാനിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പാകിസ്ഥാനെ നട്ടലൊടിക്കുന്ന രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളാണ് ഇന്ത്യ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് അതിനിട്ട പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അഭിമാനകരമായ ഈ ഒരു കാര്യത്തെ അത്തപ്പൂക്കള ഇട്ടതിൻ്റെ താഴെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് ഇത്രയും വലിയൊരു വിവാദമാക്കുന്നതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ BJP എടുത്തിരിക്കുകയാണ്. രാജ്യത്തോട് സ്നേഹവും കൂറും പുലർത്തുന്നവർ ഓപ്പറേഷൻ സിന്ദൂറിനെ ബഹുമാനിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ പുറത്തു വരുന്നതായിട്ടുള്ള ചർച്ചകൾ. എന്നാൽ ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി മതപരമായ ചില ലക്ഷ്യത്തോടുകൂടെ
ചില ആളുകൾ ഇതിനെ എതിർക്കുന്നു എന്നുള്ളതും അത്യന്തം ഖേദകരമായ കാര്യമാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഇടപെടിയിൽ ഈ അത്തപ്പൂക്കളത്തിൽ വന്ന് സിന്ദൂരം ചാർത്തിയത് അത് ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു ആവേശത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എന്തൊക്കെ ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. എങ്കിലും ഈ പോലീസ് കേസെടുത്തത് അത്യന്തം ദൗർഭാഗ്യകരമായി പോയി എന്നാണ് പറയാനായിട്ടുള്ളത്. അത്തപ്പൂക്കളം അല്ലെങ്കിൽ ഓണം പോലെയുള്ള ഒരു ഉത്സവത്തിൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ആളുകൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ചില പോലീസുകാരുടെ സ്വാർത്ഥപരമായ ചിന്താഗതികൾ കൊണ്ടാണ് ഇത്തരത്തിലുണ്ടാകുന്നത് എന്ന് പൊതുജനം വിലയിരുത്തുന്നു.